ഹലോ ശോഭ മാം, വെൽക്കം ടു VMC മലയാളം. മേഡം എപ്പോഴാണ് VMC മലയാളത്തിൽ ആനാപാനസതി മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം മേഡത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാന് ഒരു വർഷമായി വന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് ശ്രീബുദ്ധ ഭഗവാന് ആത്മപ്രണാമം ശ്രീ പത്രിജിക്കും ആത്മപ്രണാമം, സീമാജിക്കും സുഭാഷ്ജിക്കും നന്ദി, ആത്മപ്രണാമം. ഗുരുപരമ്പരകൾക്കെല്ലാം നന്ദി. എന്നെ ഈ മെഡിറ്റേഷൻ പറഞ്ഞു തന്ന് ഇതിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന് ബിച്ചേച്ചിക്കും ഉഷിച്ചേച്ചിക്കും അവർ രണ്ടുപേരും ഒരേപോലെയാണ് എന്നെ ഇതിലേക്ക് പറഞ്ഞു തന്നത്. അവർക്കും നന്ദി. നമ്മുടെ ആത്മസ്വരൂപർക്കെല്ലാം നന്ദി. ഞാന് ഒരു ക്യാൻസർ രോഗിയായിരുന്നു. എവിടെയാ? ബ്രസ്റ്റിലാണ്. ബ്രസ്റ്റിൽ ആദ്യമായി അത് നമുക്ക് 1, 2, 3 അതിന് 3 ആയിരുന്നു എനിക്ക് വന്നത്, കൂടിയത്. അപ്പം ഒരു ചെറിയ ഇതായിട്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യം തന്നെ നമ്മളതിന് അറിഞ്ഞു. അപ്പൊ അതിന് ചികിത്സയ്ക്ക് പോയപ്പോ ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി. അങ്ങനെ പോയി കഴിയുമ്പം അവിടുത്തെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് വേഗം ഭയങ്കര പേടിയും വിറയും. എപ്പോഴും നമ്മൾ ഒന്നുറങ്ങിയിട്ട് എഴുന്നേക്കുമ്പോ തന്നെ പേടിയാ, അയ്യോ എനിക്ക് ക്യാൻസർ ആണല്ലോ. അതുപോലെ ഉറങ്ങി എപ്പോഴും നമ്മള് ശകല ഓർമ്മ വരുമ്പോ അയ്യോ എനിക്ക് ക്യാൻസർ ആണല്ലോ, ഇങ്ങനെ ഒരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. പേടി എപ്പോഴും വരികയായിരുന്നു. അങ്ങനെ ഞാന് തോട്ടത്തിലൊക്കെ ജോലിക്കൊക്കെ പോകുന്ന ആളായിരുന്നല്ലോ. കൂട്ടുകാരിഷ്ടം പോലെ കൂട്ടുകാരും ആർത്ത് ഉല്ലസിച്ച് കോമഡി എല്ലാം പറഞ്ഞ് തോട്ടത്തിൽ കായെടുക്കാനൊക്കെ പോകുന്നായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ടും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നടന്ന ഭയങ്കര ചിരിയും കോമഡിയും എല്ലാവരും 10 പേരെ ഒരു ദിവസം ഫുള്ളും ചിരിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെയെല്ലാം കൂട്ടുകൂടിയൊക്കെ നടന്നിട്ട് നമ്മൾ ഈ ചികിത്സയൊക്കെ ഇങ്ങ് വന്ന് ഒറ്റപ്പെട്ടു പോയില്ലേ, ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ മനപ്രയാസത്തിൽ ഞാനിങ്ങനെ ഇരിക്കും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ചികിത്സയൊക്കെ നടന്നല്ലോ. നമ്മുടെ ഈ ബ്രസ്റ്റില് ഉള്ളിലായിരുന്നു. അപ്പൊ ഇതിങ്ങനെ പൊക്കിയെടുത്തിട്ട് ഈ പ്ലാസ്റ്റിക് സർജറി ആയിരുന്നു. പൊക്കിയെടുത്ത് അത് മാറ്റിയിട്ട് ആ ഗ്രോത്ത് മാത്രം മാറ്റിയിട്ട് പിന്നെ എല്ലാം പിടിപ്പിച്ചൊക്കെ വെച്ചേക്കണം. അപ്പൊ നമുക്ക് എപ്പോഴും നീർക്കെട്ടും വേദനയും. വീട്ടിലൊരു ചെറിയ പണി, ഒരു ചെറിയ പാത്രം കഴിയും, അപ്പൊ എനിക്ക് നീർക്കെട്ടും വേദനയാ. അങ്ങനെയെല്ലാം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഇരിക്കും. അപ്പം എന്റെ ചേട്ടനും പണിക്ക് പോകുന്നു, മോനും ജോലിക്ക് പോകുന്നു, മോളെ കല്യാണം കഴിച്ചയച്ചു. ഇനി ഒറ്റയ്ക്കാ വീട്ടില്. അടുത്തുള്ള നമ്മുടെ വീടിന് ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഈ തോട്ടത്തിലോട്ട് പോകുന്നവരാ. വീട്ടിൽ ആരുമില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുക. ആ ഇരിക്കുന്ന സമയത്തെല്ലാം എനിക്ക് എപ്പോഴും ഓം നമഃ ശിവായ മാത്രം ചൊല്ലി ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ഈ ജൂൺ ഒരു വർഷം ജൂണിലായപ്പോ ഞങ്ങൾ ഈ ബാങ്ക് ലോൺ, ജയൽജിയുടെ ലോൺ എടുക്കാൻ പോയി. ലോൺ എടുക്കാനായിട്ട് ബാങ്കില് ചെന്നിരിക്കുമ്പോ അവിടെ വെച്ച് മുടിയൊന്നും ഇല്ലാട്ടോ, മുടി 8 കീമോ ചെയ്തു, 20 റേഡിയേഷൻ കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് മുടിയെല്ലാം അങ്ങ് പോയി. 2ാമത്തെ കീമോ ചെയ്തപ്പോഴത്തേക്കും മുട്ടയായി. അപ്പൊ ഇങ്ങനെ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ചേച്ചി എന്നെ കാണുക. അപ്പൊ ചേച്ചി എന്നോട് ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ അന്ന് വലിയ പരിചയം, ചേച്ചി അങ്ങനെ എന്നെ വലിയ പരിചയമൊന്നുമില്ല, ഞങ്ങൾ അടുത്ത കാര്യം അങ്ങനെ കണ്ടു പറഞ്ഞു അന്ന് മുതല്. അപ്പൊ അതുവരെ ഞങ്ങൾ ഈ മറ്റു പിന്നെ വീട്ടുകളൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ല, ചിക്കൻ മാത്രം കഴിക്കും, ചിക്കൻ മീൻ ധാരാളം കഴിക്കും. അപ്പൊ അന്ന് മുതൽ ആ ഒരു ഇത് കിട്ടി. അന്ന് മുതൽ പറഞ്ഞു VMC ഒന്നും പറഞ്ഞില്ല, ധ്യാനമുണ്ട്, കൂടുന്നുണ്ടോ, അസുഖമൊക്കെ മാറും എന്നിങ്ങനെ അവിടെ വെച്ചൊന്ന് പറഞ്ഞു. പറഞ്ഞപ്പോ ഞാൻ പിന്നെ അന്ന് മുതൽ ഞാൻ ഈ ഇറച്ചി മീനെ വാങ്ങി കഴിക്കാറുള്ളൂ, അത് കഴിക്കാറേ ഇല്ല. അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പൊ എന്റെ മോന് മീൻ കഴിക്കാല, ഇറച്ചി കഴിക്കാല, ഇതൊന്നും കഴിക്കണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ആദ്യം അങ്ങനെ അങ്ങ് നിർത്തി. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് അങ്ങനെ അധികം ഉപയോഗിക്കുന്നല്ല. അങ്ങനെ മൊത്തം എല്ലാരും അങ്ങ് നിർത്തി. പിന്നെ മോള് അവള് കെട്ടിച്ചേക്കുന്ന വീട്ടിലാ, അവിടെയാണ് ഇതില്ലാതെ പറ്റത്തില്ല, അവളും അങ്ങ് നിർത്തി. അങ്ങനെ എല്ലാവരും നിർത്തിയിട്ട് 1 വർഷം കഴിഞ്ഞപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ വാങ്ങിച്ചിട്ട്. അപ്പം ഞാൻ എന്റെ ജോലി, ഞാൻ ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞപ്പോ
ഇച്ചിരി അച്ചാറൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരുന്നു. അപ്പൊ ഈ മീനൊക്കെ അച്ചാറിടാൻ അതൊക്കെ പരിചയം അങ്ങ് നിർത്തി, അങ്ങനെ ഇട്ട് കൊടുക്കല് ഇപ്പൊ. അത് ഇത് അറിഞ്ഞിട്ടാണോ ഇതൊന്നും കഴിക്കരുത് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളിത് ഇങ്ങനെ കഴിക്കാൻ പാടില്ല ഇന്ന പോലെയാണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷമാണ്. അതെങ്ങനെയാ അറിഞ്ഞ? VMCയിലെ വീഡിയോസ് കേട്ട് ഞാൻ അന്ന് മുതൽ ഈ വീഡിയോസ് ഇന്ന് വരെ ഒരു ദിവസം ഒരു 16 തവണയെങ്കിലും ഞാൻ ഈ വീഡിയോ ഞാൻ ഈ ഫുള്ളായിട്ട് വീട് മൊത്തം കേൾക്കാൻ പാകത്തിന് ഫുള്ളായിട്ട് വെച്ച് ഓൺ ചെയ്ത് വെച്ച് കേട്ടോണ്ടേ എന്റെ ജോലി ചെയ്യുമ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് അപ്പൊ തന്നെ എഴുന്നേറ്റും ധ്യാനം കഴിഞ്ഞു. അതിനുശേഷം 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കാൻ പോകും. അതിനുശേഷം വന്നിട്ട് ഈ വീഡിയോ ഓൺ ചെയ്താൽ പിന്നെ എനിക്ക് വളരെ അപൂർവ സമയം മാത്രമേ അത് ഓഫാക്കുള്ളൂ. അങ്ങനെ കേട്ടോണ്ടേ നടക്കും. അപ്പൊ ഞാൻ ഈ ധ്യാനത്തിലേക്ക് വന്നതിന് ശേഷം, ധ്യാനം മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം, അപ്പം എനിക്കിങ്ങനെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ നീർക്കെട്ടും വേദനയൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ച് എല്ലാവർക്കും 1 വർഷം ആകുമ്പം ചെക്കപ്പിന് ചെല്ലുമ്പം പറയും 6 മാസം കഴിഞ്ഞൊക്കെ വന്നാൽ മതി. പക്ഷെ എനിക്ക് മാത്രം ചെക്കപ്പ് കഴിഞ്ഞപ്പം 3 മാസം കൂടുമ്പോൾ വരാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഉള്ളിൽ എന്തോ ഒരു ശകലം പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് അങ്ങനെ ആയി, എന്തോ ഉണങ്ങാതെയൊക്കെ വന്ന പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ഇരുന്ന് ഈ മെഡിറ്റേഷൻ വന്ന് ആ 1 മാസം ഞാൻ 41 ദിവസവും മെഡിറ്റേഷൻ ചെയ്തു. ഇവര് പറഞ്ഞു തന്ന പ്രകാരം ചെയ്തു. വീഡിയോ കേൾക്കാൻ തുടങ്ങി, അത് പ്രകാരം ചെയ്യാൻ തുടങ്ങി. 41 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും 3 മാസം കഴിഞ്ഞ് ഞാൻ അവിടെ ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പം അവര് ചെക്കപ്പ് കഴിഞ്ഞത് പറഞ്ഞു, ഇനി 6 മാസം കഴിഞ്ഞ് വന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ അത്രയോ സ്നേഹിച്ചു പോയത് അന്ന് മുതലാണ്. അന്ന് മുതൽ പിന്നെ അതിനുശേഷം ശക്തി ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷമാണ് എല്ലാവരും മോളാണേലും ഹസ്ബൻഡാണേലും എല്ലാം ഇതിനകത്തോട്ട് വന്നത്. എന്റെ മാറ്റം എനിക്ക് ആഴ്ചയിൽ ഒരു 4 ദിവസം ഞാൻ ആശുപത്രി ജോലി എടുത്തോണ്ട് വരുന്ന പൈസ പകുതി മുക്കാലും ആശുപത്രി കൊടുത്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അത് ഇപ്പൊ ഇല്ല. അതുകൊണ്ട് എനിക്കത് വളരെ ഭയങ്കര സന്തോഷം. എനിക്ക് എന്റെ ശ്രീമാജിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഞാൻ സുഭാഷിജിനെ വിളിക്കാറൊക്കെ ഉണ്ട്. വിളിച്ച് ഞങ്ങളുടെ ഡൗട്ടൊക്കെ ചോദിക്കും. ശ്രീമാജിക്ക് ഇതുപോലെ തിരക്കാന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് വിളിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അത് വീഡിയോ കേൾക്കും പ്രകാരം അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ആശ്വാസമുണ്ട്. അതുകൊണ്ട് ഇനി ഇത് അറിയാവുന്ന എല്ലാവരോടും ഞാൻ ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നാളെ ഒരു പുതിയ ആള് നമ്മുടെ കൂടെ വരും. അതുപോലെ മോള് വന്നു. മോന് മെഡിറ്റേഷൻ ചെയ്യും. അവൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഇതാണോ ഏതാ എനിക്കറിയില്ല. എന്നാലും ഒന്നിനും എതിർപ്പില്ല. ഇപ്പൊ ആണ് ജോലി കഴിഞ്ഞ് വന്ന് മടുത്ത് വന്ന് ഒരു ചായം കൊടുത്തിട്ട് ഇറങ്ങി പോകുന്ന പൊക്കോളം എതിർപ്പൊന്നും പറഞ്ഞില്ല. പോന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനി എല്ലാവരോടും ഒത്തിരി ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വരാൻ എല്ലാവർക്കും ഒക്കെ തയ്യാറായി വരുന്നു. അങ്ങനെ നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. ഇപ്പൊ ധ്യാനം എത്ര മണിക്കൂർ ഞാന് 3 മണി, അത് 3 മണിക്കൊക്കെ ആരോ വിളിച്ചേപ്പിക്കുന്ന പോലെ നമ്മൾ എഴുന്നേറ്റ് വന്ന് ഇനി എനിക്ക് വെളുപ്പിന് കുളിക്കുമ്പം അലർജിക്ക് ഉണ്ടായിരുന്നു. തുമ്മലും അതെല്ലാം മാറി. തുമ്മലും ഞാനും തണുത്ത ഒരു ഭക്ഷണം ഇങ്ങനെ തണുത്ത ഐസ്ക്രീമോ അല്ല തണുത്തൊന്നും എനിക്ക് കഴിക്കത്തില്ലായിരുന്നു. ഈ ഇതിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇന്നലെ വൈകുന്നേരം കിടക്കാൻ നേരം ഞാൻ കപ്പളങ്ങാപ്പഴം നന്നായിട്ട് പഴുത്ത കപ്പളങ്ങാപ്പഴം കഴിച്ചിട്ട് കിടന്ന് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒത്തിരി മാറ്റം വന്നു. നല്ല സന്തോഷം. എനിക്ക് എല്ലാവരോടും ഇതിലേക്ക് വരാൻ പറയാനാണ് ഉള്ളൂ. വീഡിയോസ് ഒക്കെ കേൾക്കുമ്പോ എന്താ തോന്നുന്നേ? വീഡിയോസ് കേൾക്കുമ്പോ ഒത്തിരി നല്ല നല്ല അനുഭവങ്ങളെല്ലാം കേൾക്കുന്ന അതൊക്കെ ഒത്തിരി സന്തോഷമാണ് തോന്നാറുള്ളൂ. ഇത്രയും കാലം അറിയാത്ത സത്യങ്ങൾ അങ്ങനെ ഒരു ഇപ്പൊ 52 വയസ്സുണ്ട്. അയ്യോ ഇത് കുറക്കാലം നേരത്തെ ആയിരുന്നു, ഇത്രയും കഷ്ടതയിലൂടെയല്ലേ ജീവിച്ചേ. അപ്പൊ അത് ഒത്തിരി മാറ്റം വന്നേനേലോ എന്ന് എപ്പോഴും ചിന്തിക്കും. എന്നാലും എല്ലാവരോടും നന്ദി പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇനി ഇതിനകത്ത് ഞാൻ ഈ സീമാജിയുടെ ക്ലാസ് കേട്ട അതനുസരിച്ച് ജീവിക്കാനാണ് എനിക്ക് താല്പര്യം. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും പിന്നോട്ടില്ലേ? അപ്പൊ ഇനി എല്ലാവരും ധ്യാനം ചെയ്യൂന്ന് പറയൂ. അതോടെ എല്ലാവരും, അതന്നെ എന്റെ അനുഭവം ഞാൻ പറയുന്നു. എല്ലാവരും ധ്യാനത്തിലേക്ക് വരിക, ധ്യാനം ചെയ്യുക. അതേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു മാഡം. സന്തോഷം. സീമാജിക്ക് പ്രത്യേകം നന്ദി. ഒരുപാട് നന്ദി. മാഡത്തിന്റെ ഈ ഒരു ദിവ്യമായിട്ടുള്ള പവിത്രമായ തിരിച്ചറിവുകളും ആചരണാത്മകമായിട്ടുള്ള ഈ ഒരു സുസത്യങ്ങളും ഒരുപാട് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കട്ടെ. ഓക്കെ അമ്മ, താങ്ക് യു.